ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ, പെട്ടെന്ന് ലൈക്കുകൾ കിട്ടണം, പെട്ടെന്ന് തന്നെ അവരുടെ സാധനം ഷെയർ ചെയ്ത് പോകണം. ഫ്രണ്ട്സ് അല്ല ആവേണ്ടത്, ഫ്രണ്ട്ലി ആണ് ആവേണ്ടത്. നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടം പോലെ ഫ്രണ്ട്സ് പുറം ലോകത്തുണ്ട്. പല തരത്തിലുള്ള ഫ്രണ്ട്സ് ഉണ്ട്. ഓൺലൈൻ ഫ്രണ്ട്സ് ഉണ്ട്, ഓഫ്ലൈൻ ഫ്രണ്ട്സ് ഉണ്ട്, ഇപ്പൊ XNY ഫ്രണ്ട്സ് ഉണ്ട്, സ്കൂൾ ഫ്രണ്ട്സ് ഉണ്ട്, മദ്രസ ഫ്രണ്ട്സ് ഉണ്ട്. അവർ ജനിച്ചു വീണിരിക്കുന്ന ChatGPTയിലും ഗൂഗിളിലുമാണ്. അവരുടെ ഓക്സിജൻ എന്ന് പറയുന്ന ഡിജിറ്റൽ ഡിവൈസ് ആണ്. കോഡ് ഭാഷകളുണ്ട് പുതിയ കാലത്തിന്റെ. അത് നല്ല രസമാണ്. ഞാൻ അപ്പം തന്നെ അത് ChatGPTയിൽ ഇട്ടിട്ട് അതിന്റെ അർത്ഥം എന്താന്ന് മനസ്സിലാക്കി വെച്ചു. ജനാൽഫ ഭാഷയിൽ പറയുകയാണെങ്കിൽ അവർ പെട്ടെന്ന് നിർത്തുകയാണ്, ഷട്ട് ഡൗൺ ചെയ്യാന്ന് പറഞ്ഞാൽ അവർ നിർത്തി. നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത് പാരന്റിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഗുഡ് മോർണിംഗ് എവരിവൺ. XNY ഫാമിലിയുടെ ഇത്രയും നല്ല ഒരു വലിയൊരു മീറ്റപ്പ് നമ്മുടെ ചരിത്രത്തിൽ തന്നെ ഇത്രയും വലിയൊരു മീറ്റപ്പ് ആദ്യമായിട്ടാണ്. അപ്പോൾ എനിവേ എല്ലാവരെയും കണ്ടതിലുള്ള സന്തോഷം ആദ്യമായി അറിയിക്കുകയാണ്. നമ്മൾ ഈ ഒരു സെഷനിൽ വളരെ ചുരുങ്ങിയ സമയത്തിൽ നമ്മൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ സ്ഥിരമായി പാരൻസ് മീറ്റിങ്ങിലും അതുപോലെ തന്നെ മറ്റ് നമ്മുടെ മീറ്റിംഗ്സിലൊക്കെ പറയുന്ന ഒരു കാര്യമാണ് XNY ഫാമിലി എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും നന്നായി സ്മൂത്തായി വർക്ക് ചെയ്യുന്ന ഒരു ട്രയോ ഉണ്ട്. അതിൽപ്പെട്ട ഒന്ന് മെൻറ്റേഴ്സ് ആണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഒരു സെൻട്രായി നിൽക്കുന്നത് സ്റ്റുഡൻ്റ് ആണ്. അതുപോലെ തന്നെ അതിന് ചുറ്റും കറങ്ങുന്ന ഒരു ട്രയോ സ്റ്റുഡൻറ്, ടീച്ചർ ആൻഡ് പാരൻസ്. ഇപ്പം അതുപോലെ തന്നെ ആ ടീച്ചേഴ്സിൽ ഏറ്റവും പ്രധാനമായിട്ടും നമുക്കറിയാം അവരുമായിട്ട് കണക്ട് ചെയ്യുന്ന മെൻറ്റേഴ്സ്. അപ്പോൾ മെൻറ്റേഴ്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഇനി നമ്മുടെ സെഷൻസിൽ വരാനുള്ളത്. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത് പാരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പാരൻസ് ആണ്. നമ്മുടെ മക്കളെ റേസ് ചെയ്യുന്നതിൽ അവരുടെ അപ്ബ്രിങ്ങിങ്ങിൽ നമുക്ക് ഒരുപാട് ഇൻസൈറ്റ്സ് നമ്മളുടെ പാരൻറ്റിങ്ങിൽ തന്നെ ഷെയർ ചെയ്യാനുണ്ടാവും. എല്ലാവരെയും ഇവിടെ ഇരുത്തി അല്ലെങ്കിൽ എല്ലാവരുടെയും ഇൻസൈറ്റ്സ് ഷെയർ ചെയ്യാനുള്ള ഒരു സ്പേസ് അല്ല എന്നുള്ളത് കൊണ്ടാണ് വളരെ ചുരുങ്ങിയ കുറച്ചാളുകളെ നമ്മൾ സെലക്ട് ചെയ്ത് അവരുടെ ചില ഇൻസൈറ്റ്സ് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനിവേ ഓൾറെഡി നമ്മുടെ ഗസ്റ്റുകളെ ഇവിടെ പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഞാൻ നേരിട്ട് ഡിസ്കഷൻസിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം മിറാഷ് സാറിലേക്ക് തന്നെ പോകാം. നമ്മൾ കുട്ടികളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. അവരുടെ പഠനം, അതുപോലെ തന്നെ അവരുടെ കോമ്പറ്റീറ്റീവ് എക്സാംസ്, അതുപോലെ തന്നെ ഭാവി, ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നതിനപ്പുറത്ത് നമ്മൾ ഏറ്റവും പ്രധാനമായും അവരുടെ പഠനത്തിനപ്പുറത്തേക്ക് അവരുടെ ഒരു പേഴ്സണാലിറ്റി, അവരുടെ മൊറാലിറ്റി, ബിഹേവിയർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നതാണ് പാരൻറ്റിങ് എന്ന് പറയുന്നത്. അപ്പോൾ സാർ, എന്താണ് സാറിന് ആ ഒരു വിഷയത്തിൽ സാറിൻ്റെ മക്കളെ കൂടി ഹാൻഡിൽ ചെയ്ത ഒരു എക്സ്പീരിയൻസ് അനുസരിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഒരു ഏരിയയിൽ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് തോന്നിയിട്ടുള്ളത്? ഗുഡ് മോർണിംഗ് ഡോക്ടർ അബ്ദുള്ള ബാസിൽ, ഡോക്ടർ അനസ്, ഡോക്ടർ സ്മിത. ഞാൻ മാത്രം അതിലൊരു ഡോക്ടർ അല്ലാത്ത ഒരാളുള്ളൂ. ഇതിൽ കുട്ടികളുടെ കാര്യത്തിൽ ഞാൻ എൻ്റെ ചില അനുഭവങ്ങളും എൻ്റെ ചില രീതികളും പങ്കുവെക്കാം എന്നാണ് വിചാരിക്കുന്നത്. കുട്ടികൾക്ക് നല്ല ബിഹേവിയറൽ, നല്ല മോറൽ അല്ലെങ്കിൽ നല്ല എഡ്യൂക്കേഷനൊക്കെ ഉള്ള ഒരു സാഹചര്യം ഒതുക്കി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. നമ്മൾ തന്നെ നിർബന്ധിച്ച് പഠിപ്പിക്കുക എന്നതിൽ നിന്നൊക്കെ മാറി അവർക്ക് അതിനുള്ളൊരു സാഹചര്യമുണ്ട്, ആ ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടാവുക എന്നുള്ള രീതിയാണ് ഞങ്ങൾ പുലർത്തി പോരുന്നത്. ഇപ്പോൾ ഒരു കാര്യം പറയാം. ഇപ്പോൾ എൻ്റെ 4 മക്കളാണ് എനിക്കുള്ളത്. അപ്പോൾ അവരെല്ലാവരും നന്നായി വായിക്കുന്ന ആളുകളാണ്. മാത്രമല്ല നല്ല ഫാസ്റ്റായിട്ടൊക്കെ റീഡ് ചെയ്യുന്ന ഫാസ്റ്റ് റീഡേഴ്സാണ്. പലപ്പോഴും അവർ വായിച്ചു കഴിഞ്ഞാൽ, ഒരു പുസ്തകമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഇത്ര പെട്ടെന്ന് വായിച്ചു തീർന്നോന്ന് എനിക്ക് തോന്നും. അപ്പോൾ ഞാൻ അത് വായിച്ചു എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി അവരോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് അവർ വായിച്ചു എന്നുള്ളത്. അപ്പോൾ അതൊരു നല്ല ഒരു ഇതാണ്. അത് എങ്ങനെ ആ ഒരു വായനാശീലം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വായനാശീലം വളരെ നല്ലതാണ്. അത് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ചില കാര്യങ്ങൾ കോൺഷ്യസ് ആയിട്ട് ചെയ്തു എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറയാം. ഞാൻ അത്യാവശ്യം നന്നായി വായിക്കുന്ന ഒരാളായിരുന്നു. കഥാപുസ്തകങ്ങളൊക്കെ മലയാളം, ബഷീറും MTയും അങ്ങനെയുള്ള SK പൊറ്റക്കാടിൻ്റെ ഒക്കെ പുസ്തകങ്ങൾ വായിക്കുന്ന ആളായിരുന്നു. അപ്പോൾ എൻ്റെ കുട്ടികളും അതുപോലെ വായിക്കണം എന്നെനിക്കൊരാഗ്രഹം ഞാൻ കുട്ടികളൊക്കെ ഉണ്ടായപ്പോൾ ഉണ്ടായിരുന്നു. പക്ഷെ എങ്ങനെയാണ് അത് ചെയ്യുക എന്നറിയില്ലായിരുന്നു ഒരു കാലത്ത്. അപ്പോൾ എൻ്റെ മൂത്ത മോള് ജനിച്ച സമയത്ത് അല്ലെങ്കിൽ വലുതായ സമയത്ത് എങ്ങനെയാണ് ആ കുട്ടികളെ വായിക്കാൻ ശീലിപ്പിക്കുക എന്ന് എനിക്ക് അറിയാത്തൊരു കാലത്ത് എനിക്കന്ന് തോന്നിയത്, ഞാൻ എങ്ങനെയാണ് വായിച്ചു തുടങ്ങിയത് എന്ന് ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ എൻ്റെ ഉപ്പ നന്നായി വായിക്കുമായിരുന്നു. പക്ഷെ ഉപ്പ ഗൾഫിലായിരുന്നു കൂടുതൽ സമയം ഉണ്ടായിരുന്നത്.
പക്ഷെ നമ്മൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഈ മൊബൈൽ ഫോണൊന്നും ഇല്ലാത്ത കാലമാണല്ലോ. അപ്പോൾ ആകെയുള്ളത് ടി വിയാണ്. ടി വി ദൂരദർശനിലൊക്കെ 6 മണി മുതൽ 10 മണി വരെ മാത്രം പ്രോഗ്രാം ഉണ്ടായിരുന്ന കാലമാണ്. അപ്പോൾ ബാക്കിയുള്ള സമയമൊക്കെ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ എൻ്റെ ഉപ്പ വാങ്ങിച്ചു വെച്ച കുറേ പുസ്തകങ്ങൾ വീട്ടിലങ്ങനെ വെറുതെ അലമാരിയിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത് വേറെ ഒന്ന് ബോറടി മാറ്റാൻ വേണ്ടി ആ പുസ്തകങ്ങൾ വായിച്ച് അങ്ങനെയാണ് ഞാൻ വായന തുടങ്ങിയത്. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് കിട്ടിയ ഒരു ആശയം എന്താണെന്ന് വെച്ചാൽ, കുട്ടികളെ നിർബന്ധിക്കുന്നതിന് പകരം വീട്ടിലൊരു ലൈബ്രറി സെറ്റ് ചെയ്യുക. നമ്മൾ കുറേ പുസ്തകങ്ങൾ വാങ്ങിച്ച് വെക്കുക. ഞാൻ തന്നെ കുറേ പുസ്തകങ്ങൾ വായിക്കും. അപ്പോൾ അവരുടെ മുന്നിൽ വെച്ചും കിടക്കുന്നതിന് മുമ്പൊക്കെ എൻ്റെ കയ്യിൽ എപ്പോഴും പുസ്തകങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതവർ കാണും. പിന്നെ അവരും ബോറടിക്കുമ്പോൾ നാച്ചുറലി ആ പുസ്തകങ്ങൾ വായിക്കും. അങ്ങനെ ഒരു ടെക്നിക്കാണ് ആ വിഷയത്തിൽ ഞാൻ ഉപയോഗിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കാം അവരങ്ങനെ റീഡിങ് അവർ പിക്കപ്പ് ചെയ്തു. ഇതാണ് ഇപ്പോൾ എനിക്കതിൽ ഷെയർ ചെയ്യാനുള്ള ഒരു അനുഭവം. ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പൊതുവേ വായിക്കുന്നില്ല, കുട്ടികൾക്കിപ്പം ഫുള്ള് ഫോണാണ്, അല്ലെങ്കിൽ അവരുടെ ഭയങ്കര ഡിസ്ട്രാക്ഷനാണ് എന്നുള്ള പരാതികളില്ലാത്ത പാരൻസ് ഒരു പക്ഷേ ഇവിടെ കുറവായിരിക്കും. പക്ഷേ ആ ഒരു പരാതി വരാനുള്ള കാരണം പലപ്പോഴും ഈ പറഞ്ഞതുപോലെ നമ്മൾ അവർക്ക് വായിക്കാനുള്ള ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ ഒരു ഫോണിലേക്ക് പോകുന്നതിന് അപ്പുറത്തേക്ക് മറ്റ് വായനയോ മറ്റ് കാര്യങ്ങളിലേക്കോ പോകാനുള്ള ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന ഒരു ചോദ്യമാണ് ഇവിടെ പ്രധാനമായിട്ടും ഇവിടെ ബാക്കിയാക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് അനസറിലേക്ക് പോകാം. അനസർ ഓക്സ്ഫോർഡ് സ്കൂളിലെ പ്രിൻസിപ്പളാണ്. ഒരുപാട് കുട്ടികളെ കണ്ട, ഒരുപാട് കാലമായി ഈ എഡ്യൂക്കേഷൻ രംഗത്ത് പിന്നെ ഈ പ്രവർത്തന പരിചയമുള്ള ആളാണ്. അപ്പോൾ സർ, എനിക്ക് ചോദിക്കാനുള്ളത്, ആദ്യമായി നമ്മൾ എക്സാൻവൈയിൽ സ്ഥിരമായി പറയുന്നൊരു കാര്യമാണ് സ്കൂളുകൾ ഒരു വലിയൊരു റോള് വഹിക്കുന്നുണ്ട് കുട്ടികളുടെ അപ്ബ്രിങ്ങിങ്ങുമായി ബന്ധപ്പെട്ട്. പക്ഷേ സ്കൂളുകളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരവസ്ഥയും ഒരു പക്ഷേ എല്ലാം ഔട്ട്സോഴ്സ് ചെയ്യുക എന്നുള്ളതിൻ്റെ കൂടെ കുട്ടികളെ സ്കൂളിലേക്ക് ഔട്ട്സോഴ്സ് ചെയ്യുക എന്നുള്ള ഒരു രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ ഒരു ആസ് എ പ്രിൻസിപ്പൽ ആ വിഷയത്തിൽ ഇപ്പോൾ ഒരുപാട് പാരൻസ് ഇവിടെ ഉണ്ട്, ആ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? ഗുഡ് മോർണിംഗ് ഓൾ. ആദ്യമായിട്ട് എക്സാൻവൈയുടെ ഒരു നന്ദി പറയുന്നു. ഇത്രയും പാരൻസിനെ ഒന്നിച്ച് ഇവിടെ ഗ്യാദർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ടുള്ളൊരു സക്സസ്സാണ്. അത്ര എളുപ്പമല്ല പാരൻസിനെ അങ്ങനെ ഒരു മീറ്റിംഗ് വിളിക്കുക എന്നൊക്കെ പറഞ്ഞു, എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നത്. രണ്ടാമത്, ഞാൻ എക്സാൻവൈയിലെ പാരൻ്റാണ്. ദാറ്റ് മീൻസ് എൻ്റെ കുഞ്ഞതിലുണ്ട്, അത്യാവശ്യം നന്നായിട്ട് ചെയ്യുന്നുണ്ട്. റൈറ്റ്. ഇന്ന് നമ്മളിവിടെ ഇരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു സാധനം, മാൻഹോളിൽ പേരും ഊരും ഭാഷയും അറിയാത്ത 2 മനുഷ്യർ വീണപ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടി അതിലിറങ്ങിയാൽ അപകടമാണെന്ന് മനസ്സിലാക്കിയിട്ടും ഇറങ്ങി സ്വന്തം ജീവൻ ബലിയർപ്പിച്ച നൗഷാദ് എന്ന് പറയുന്ന ഒരു ഓട്ടോ ഡ്രൈവറുടെ നാട്ടിലാണ് നമ്മളിരുന്ന് സംസാരിക്കുന്നത്. ഇന്നത് ഓർക്കാനൊരു കാരണം, ഈ നവംബർ മാസം 26-ാം തീയതി അതിൻ്റെ 10 വർഷം തികയാണ്. ഞാനത് പറഞ്ഞു വരുന്നത് സാറ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരമാണ്. സ്കൂളിൽ നിന്നല്ല അദ്ദേഹത്തിന് ആ ഒരു ഇമോഷണൽ അല്ലെങ്കിൽ ഒരു സോഷ്യൽ കോഴ്സ് കിട്ടിയിട്ടുണ്ടായിരിക്കുക. അദ്ദേഹം ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും കിട്ടിയിട്ടുള്ള ഒരു മെറിറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ നീറ്റിനും ജെയ്ക്കും ഒക്കെ കോച്ചിങ്ങിന് പോകുന്ന, നമ്മുടെ മെഡിസിനൊക്കെ പഠിക്കുന്ന, അല്ലെങ്കിൽ ഏത് വലിയ വലിയ കോഴ്സിന് പഠിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടി അതിലൂടെ നടന്നു പോകുമ്പോൾ അങ്ങനെ ഒരു അവസ്ഥ മാൻഹോളിലേക്ക് ഒന്ന് എത്തി നോക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. സോഷ്യൽ ഇമോഷണൽ ലേണിംഗ് ആണ് സ്കൂൾ കൊടുക്കേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ കാരണം അക്കാഡമിക്കൽ തിങ്സ് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്നൊക്കെ കുട്ടികൾക്ക് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. അത് നമ്മൾ കൊടുക്കാതെ തന്നെ അവർ അത് യൂട്യൂബാണെങ്കിലും എങ്ങനെയൊക്കെയോ കിട്ടുന്നുണ്ട്. അപ്പം ഹെയ്ബൽ അൻവറിനെ പോലെയുള്ള എക്സാമ്പിൾസ് നമ്മുടെ മുന്നിലുണ്ട്. എന്നുവെച്ചാൽ സ്കൂൾ പരാജയമാണ് എന്നല്ല ഞാൻ പറയുന്നത്, സ്കൂളിൻ്റെ ഡ്യൂട്ടി നിർവഹിക്കേണ്ടത് കൃത്യമായിട്ട് നിർവഹിക്കുക എന്നുള്ളതാണ്. ഇതന്നെ സോഷ്യൽ ഇമോഷണൽ അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ്സിൻ്റെ പ്രാക്ടീസ് നടക്കുക, വാല്യൂസ്, അതൊന്നും ഒരു പക്ഷേ ഇത്തരം പ്ലാറ്റ്ഫോമുകൾക്കോ അല്ലെങ്കിൽ ഡിജിറ്റൽ ഡിവൈസസിനോ കൊടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഡിജിറ്റൽ ഡിവൈസസ് വേണം. ഇന്നൊരു ജെൻ ആൽഫ ഒക്കെയാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ ഡിജിറ്റൽ ഡിവൈസസ് വേണം. പക്ഷേ അതേ സമയത്ത് തന്നെ ഈ 21st സെഞ്ച്വറി എഡ്യൂക്കേഷൻ,
എത്രത്തോളം കുട്ടികളിലേക്ക് എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ 21st സെഞ്ച്വറി സ്കിൽസ്, എഡ്യൂക്കേഷൻ എന്നുള്ളതിൻ്റെ അപ്പുറം ആ സ്കിൽസ് എങ്ങനെ കൊടുക്കുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് സംശയം. ഇപ്പോൾ സ്കൂളുകളുടെ ഒരു മെയിൻ ചീഫായിട്ടുള്ളൊരു ഡ്യൂട്ടി എനിക്ക് തോന്നുന്നത് 21st സെഞ്ച്വറി എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സ്കിൽസ് കൊടുക്കുന്ന കൂട്ടത്തിൽ ഇമോഷണലായിട്ടുള്ള അല്ലെങ്കിൽ വാല്യൂസ്, മൊറാലിറ്റി, ഇത്തരം സംഗതികൾ കൊടുക്കുക, അതിനുള്ള ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ കുറേ സമയത്തിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാം. കുട്ടികൾ എഡ്യൂക്കേഷൻ നേടും, അത് നമ്മൾ ചെയ്താലും അല്ലെങ്കിലും അതൊരു നേച്ചുറൽ പ്രോസസ്സാണ്, അത് നടന്നുകൊണ്ടിരിക്കും. പക്ഷേ അതിന് കൊടുക്കേണ്ട സംഗതികൾ ടീച്ചേഴ്സ് എന്നുള്ള രീതിയിൽ, അധ്യാപകർ എന്ന രീതിയിൽ, പാരൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. ഒരു സ്കൂളിൻ്റെ ആസ്പെക്ട്സിൽ പറഞ്ഞ ഇനി നമുക്ക് സ്മിത മാമിലേക്ക് വരാം. ഡോക്ടർ സ്മിത, അവരെ സോഷ്യൽ മീഡിയയിൽ ഒരുപക്ഷെ പരിചയമുള്ളവരുണ്ടാകും. ഒരുപാട് എഴുത്തുകളിലൂടെയൊക്കെ വളരെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് സ്മിത മാം. ഒരുപാട് കുട്ടികളെയും ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്, സ്വന്തം കുട്ടികളെ ഹാൻഡിൽ ചെയ്തിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇവിടെ നമ്മൾ സാർ പറഞ്ഞതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ചോദിക്കുകയാണ്, നമ്മുടെ സ്കൂളിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ പോരാ. എന്നാൽ പലപ്പോഴും ഇപ്പോൾ നമ്മൾ പല പാരൻസിനോട് സംസാരിക്കാറുണ്ട്, ചില കുട്ടികളോട് ഇൻഡിവിജ്വലി സംസാരിക്കേണ്ടുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. അവിടെയൊക്കെ പാരൻസ് ഒരുപാട് പരാതികളായിട്ടാണ് വരിക. ഞാൻ പറഞ്ഞു, എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല, അടിച്ചു പഠിപ്പിക്കാൻ നോക്കി, എന്നിട്ടൊന്നും വർക്ക് ആവുന്നില്ല, കുട്ടിക്ക് കഴിവുണ്ട് പക്ഷേ അവരെന്ത് ചെയ്യുന്നില്ല, അത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള ഒരുപാട് പരാതികൾ. അതൊരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന ഓരോ പാരൻസിനും പല രൂപത്തിൽ ഉണ്ടായേക്കാം. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ആസ് എ പാരൻറ്റ് നമ്മുടെ കുട്ടികളുമായിട്ട് ബിൽഡ് ചെയ്യാൻ വേണ്ട ഒരു റാപ്പോ ബിൽഡിങ് അവിടെ ആവശ്യമാണ്. അതേപോലെ തന്നെ അവരുമായിട്ടുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്താണ് വളരെ ബോധപൂർവം നമ്മൾ എന്ത് എഫേർട്ടാണ് ഇടേണ്ടത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഞാൻ സാറിൻ്റെ തുടർച്ചയായിട്ട് പോവുകയാണ്. സാറ് പറഞ്ഞതിൽ നമ്മൾ പേരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ ആലോചിച്ച് വെച്ചിട്ടില്ല. ഹോം ഈസ് ദ ഫസ്റ്റ് സ്കൂൾ ആൻഡ് സ്കൂൾ ഈസ് ദ സെക്കൻഡ് ഹോം എന്നുള്ളത് നമ്മൾ കുട്ടിക്കാലം തൊട്ടേ കേട്ടിട്ടുള്ള ഒരു സാധനമാണ്. പക്ഷേ ഈ ഹോം ഈസ് ദ ഫസ്റ്റ് സ്കൂൾ എന്നുള്ള സാധനത്തിൽ നമ്മൾ എത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മളിപ്പോൾ ഏറ്റവും നല്ല പ്ലാറ്റ്ഫോംസ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു, ഏറ്റവും നല്ല ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുന്നു, നമ്മൾ ഭയങ്കരമായി ജോലി ചെയ്ത് കുട്ടികൾക്ക് സാധനങ്ങളെല്ലാം എത്തിച്ചു കൊടുക്കുന്നു. പക്ഷെ നമ്മൾ ഇമോഷണലി അവർക്ക് എത്ര അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഈ റാപ്പോ ബിൽഡിങ്ങിൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് 3 മക്കളാണ്, 19, 15, 12 വയസ്സുള്ള കുട്ടികളാണ്. 2 പെൺകുട്ടികളും 1 ആൺകുട്ടിയാണ്. അപ്പോൾ ഇവരെല്ലാവരും തന്നെ ഈ 10 വയസ്സ് മുതൽ തന്നെ ഏകദേശം ഒരു ടീനേജിലേക്ക് അല്ലെങ്കിൽ നമ്മൾ അഡോളസെൻ്റ് എന്ന് പറയുന്ന ആ ഒരു ഏജിലേക്ക് വന്നിട്ടുള്ള കുട്ടികളെയാണ് ഞാൻ ഹാൻഡിൽ. കുറച്ച് കാലം മുന്നെയൊക്കെ നമ്മൾ ഡിഫറെൻറ്റ് റോൾസ്, ഒരേ വ്യക്തി ഒരു വൈകുന്നേരം, ഞാനും വർക്കിംഗ് ആണ്, വൈകുന്നേരം ആകുമ്പോൾ നമ്മളിങ്ങനെ എന്താണ് പറയുക, റോൾ ചേഞ്ചിങ് പെട്ടെന്ന് ചെയ്യേണ്ട ഒരു സമയം ഉണ്ടായിരുന്നു. ഇപ്പം ഏകദേശം എല്ലാവരും ഒരേ സ്റ്റൈലിലായതുകൊണ്ട് നമുക്ക് ഒരു റോളിൽ നിന്നുകൊണ്ട് തന്നെ കുറേ ആക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ അവർക്ക് അവൈലബിൾ ആവുന്നത്, നമ്മൾ പറയും നമ്മൾ ഭയങ്കര ഫ്രണ്ട്സ് ആയിരിക്കണം എന്ന്. ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ ഫ്രണ്ട്സ് അല്ല ആവേണ്ടത്, ഫ്രണ്ട്ലി ആണ് ആവേണ്ടത്. നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടം പോലെ ഫ്രണ്ട്സ് പുറം ലോകത്തുണ്ട്. പല തരത്തിലുള്ള ഫ്രണ്ട്സ് ഉണ്ട്, ഓൺലൈൻ ഫ്രണ്ട്സ് ഉണ്ട്, ഓഫ്ലൈൻ ഫ്രണ്ട്സ് ഉണ്ട്, ഇപ്പം XNY ഫ്രണ്ട്സ് ഉണ്ട്, സ്കൂൾ ഫ്രണ്ട്സ് ഉണ്ട്, മദ്രസ ഫ്രണ്ട്സ് ഉണ്ട്, പല പ്ലാറ്റ്ഫോമിൽ അവർക്ക് ഫ്രണ്ട്സ് ഉണ്ട്. ബട്ട് അറ്റ് ഹോം അവർക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പേരൻറ്റിനെയാണ് വേണ്ടത്. അത് നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത്. ഇപ്പം നമ്മൾ പറയും നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം, പണ്ട് തൊട്ടേ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. പക്ഷെ നമ്മളെല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോഴും ആർ വി അവൈലബിൾ ടു ദം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം ഞാൻ ഫോളോ ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഒരുപാടധികം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഞങ്ങളിങ്ങനെ എന്തായിരുന്നു നിൻ്റെ ദിവസം, നിങ്ങളുടെ ദിവസം എങ്ങനെയായിരുന്നു, കൈൻഡ് ഓഫ് ക്ലീഷേ കമ്മ്യൂണിക്കേഷൻസ് അല്ല ഞങ്ങൾ ചെയ്യാറുള്ളത്. ഇപ്പോൾ ഇന്ന് ഞങ്ങൾ രാത്രി ഡിന്നറിന് ഒരുമിച്ച് ഞങ്ങൾ മിക്കവാറും XNY ലേണിങ്ങിൽ ഉണ്ടായ ഇപ്പം സാറ് സംസാരിച്ചതിനെ കുറിച്ചൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഓരോ ദിവസവും ഇപ്പോൾ പത്രത്തിൽ വരുന്ന വാർത്തകളായിക്കോട്ടെ, സോഷ്യൽ മീഡിയയിൽ നടന്ന ഒരു യുദ്ധമായിക്കോട്ടെ, ഞങ്ങൾ എല്ലാത്തിനെ കുറിച്ചും സംസാരിക്കും. ആൻഡ് ഇൻ ദാറ്റ് വേ ഐ ക്രിയേറ്റ് എ സ്പേസ് ഫോർ മൈ ചൈൽഡ് ടു കം ബാക്ക് ടു മീ. എന്തൊരു വിഷയം ഉണ്ടെങ്കിലും ഞങ്ങൾ സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ച് അവരുടെ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കാനും അവർ സഞ്ചരിക്കുന്ന ഒരു പാതയിൽ നമുക്ക് കയറാൻ ശ്രമിക്കാനും, അങ്ങനെയാണ് ഞാനൊരു ഇമോഷണൽ കണക്റ്റ് അവരുമായിട്ട് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് ബോധപൂർവം തന്നെ ചെയ്യണതാണ്. കാരണം നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡാണ്. നമുക്ക് ഒരിക്കലും ഒരു
ഒരു സൂപ്പർ പേരൻ്റ് ആയിട്ട് ജീവിക്കാൻ കഴിയില്ല. ബിക്കോസ് വി ഹാവ് അവർ ഓൺ, നമുക്ക് നമ്മുടെ വർക്ക് ഉണ്ട്, സ്ട്രെസ് ഉണ്ട്, ഫാമിലി ഉണ്ട്. ഇതിൻ്റെയൊക്കെ പുറമെ നമ്മൾ കണ്ടെത്തുന്ന സമയം അത് എങ്ങനെ പോയാലും ഒരു 3 days കൂടുമ്പോൾ 2 days കൂടുമ്പോൾ ഡെലിബറേറ്റ്ലി അതിന് സമയം കണ്ടെത്താൻ, അത് ചിലപ്പോൾ കാർ ഡ്രൈവിങ്ങിലായിരിക്കാം, ചിലപ്പോൾ ഡിന്നർ ടേബിളിലായിരിക്കാം, ചിലപ്പോൾ ഒന്നും വേണ്ട, ചിലപ്പോൾ നമ്മളൊരു ഒരു ബെഡ് ടൈമിൽ ഒരു 15 മിനിറ്റ് എല്ലാവരും കിടക്കുന്നതിൻ്റെ മുമ്പായിരിക്കാം. അത് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ഒരു ബിൽഡ് വീട്ടിലുണ്ടെങ്കിൽ ആ കുട്ടി ഒന്നും കൂടി ഒരു ഫ്രീ അഡൽട്ടായിട്ട് വളരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ കുട്ടിയെ നമ്മൾ പ്രഷറൈസ് ചെയ്യേണ്ട കാര്യമില്ല. ആ കുട്ടിക്ക് കുറേയധികം കാര്യങ്ങളെക്കുറിച്ച് സ്വന്തമായ ബോധമുണ്ട്. ഞാൻ എന്തിനാണ് പഠിക്കുന്നത്? ഇപ്പം ചില കുട്ടികൾ 6ാം ക്ലാസ്സിലൊക്കെ ഉള്ള കുട്ടി ചോദിച്ചിട്ടുള്ള ഒരു കാര്യം, ഇത്രയധികം ഞാൻ പഠിക്കേണ്ടതുണ്ടോ? ഇപ്പം ചില കുട്ടികൾക്ക് അതിനൊരു വ്യക്തമായ ധാരണ ഉണ്ട്, ഞാൻ എന്തിനാണ് ഇത്രയും ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുന്നത്. ആ ധാരണ നമ്മൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടല്ല, അവർ അറിഞ്ഞെടുക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിന് ഞാൻ ചെയ്തിട്ടുള്ള ഒരു ടെക്നിക്ക് ഇങ്ങനെയാണ്. ഓക്കെ, താങ്ക് യു. മിറേഷ് സർ ആഡ്. എനിക്ക് ആ വിഷയത്തിൽ കുറച്ച് കാര്യങ്ങൾ, അതായത് മാഡം പറഞ്ഞല്ലോ കുട്ടികൾ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊരു ചെറിയ കാര്യം ഓർമ്മ വന്നത്, 2 വർഷം മുമ്പ് ഇതേപോലെയുള്ളൊരു തിരൂര് വെച്ചിട്ട് ഒരു ഫാമിലി മീറ്റ്, XNY ഫാമിലി മീറ്റ് നടന്നതിൽ അന്നും ഞാൻ പങ്കെടുത്തിരുന്നു. അന്ന് എൻ്റെ മകൻ മുബീൻ ഉണ്ടായിരുന്നു, എൻ്റെ മോളും ഉണ്ടായിരുന്നു ഒപ്പം. അപ്പോൾ ആ ഇവൻറ്റിൽ വെച്ചിട്ട് നല്ല കുറേ മോട്ടിവേഷണൽ ആയിട്ടുള്ള ക്ലാസ്സുകളും ഒക്കെ അതിലുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ക്ലാസ്സിൽ വെച്ചിട്ട് ആരാണത് സ്പീച്ച് ചെയ്തതെന്ന് ഓർമ്മയില്ല. അപ്പോൾ അതിലിങ്ങനെ കുട്ടികളെ അവരെ ഇൻസ്പയർ ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു, അനാഥനായി വളർന്ന ഒരാൾ പ്രസിഡൻ്റായി, എനിക്ക് തോന്നുന്നു അബ്രഹാം ലിങ്കനെ കുറിച്ച് ആരെക്കുറിച്ച് പറഞ്ഞതെന്ന് ഓർമ്മയില്ല, ആൾ പ്രസിഡന്റ് വരെ ആയി എന്നൊക്കെ പറഞ്ഞങ്ങനെ. പക്ഷെ ആ സമയത്ത് കുട്ടികളുടെ ഇടയിൽ അങ്ങനെ അതിനൊരു പ്രത്യേകിച്ച് റെസ്പോൺസ് ഒന്നും വന്നില്ല. ഒരു പഞ്ച് ലൈൻ പോലെ പറഞ്ഞിട്ടും അങ്ങനെ റെസ്പോൺസ് ഒന്നും വന്നില്ല. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ച് ആ ഇവൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ മോനോട് ചോദിച്ചു, അനാഥൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയുമെന്ന് ചോദിച്ചു. അപ്പോൾ ആളിങ്ങനെ ആലോചിച്ചിരുന്നു. അപ്പോൾ അത് ഒന്ന് സ്ട്രൈക്ക് ചെയ്തു. കാരണം നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പലതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. സത്യത്തിൽ കമ്മ്യൂണിക്കേഷനിൽ മുഴുവൻ നടക്കുന്നുണ്ടോ? പലപ്പോഴും നമ്മൾ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് നമ്മുടെ ലാംഗ്വേജ് അവർക്ക് മനസ്സിലാവുന്നില്ല, അവരുടെ ലാംഗ്വേജ് നമുക്ക് മനസ്സിലാവുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഉദാഹരണം കൂടെ പറയുകയാണെങ്കിൽ, എൻ്റെ ഓഫീസിൽ ഞാൻ ഇതേപോലെ ഒരു ജൂനിയർ റീസെൻ്റ്ലി ജോയിൻ ചെയ്ത ഫ്രഷർ ആളിങ്ങനെ ഒരു കാര്യം ചെയ്തു, അതത്ര നന്നായിട്ടല്ല, അതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ചെയ്തതൊക്കെ കറക്റ്റാണ്, പക്ഷേ ഇറ്റ്സ് നോട്ട് എഫിഷ്യൻറ്റ്, അത് എഫിഷ്യൻ്റ് അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ ഭയങ്കര കൺഫ്യൂസ്ഡായി. കാരണം അത് നല്ലതാണ് പക്ഷേ എഫിഷ്യൻ്റ് അല്ല എന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് അത് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എഫിഷ്യൻ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അറിയോ? അപ്പോൾ ആൾ പറഞ്ഞു, എഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ നന്നായി ചെയ്യാന്നല്ലേ. അപ്പോൾ എനിക്ക് മനസ്സിലായി, നന്നായി ചെയ്യലല്ലല്ലോ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സമയം കൊണ്ട്, കുറഞ്ഞ റിസോഴ്സ് കൊണ്ട്. അപ്പോൾ ഈ 2 ഉദാഹരണങ്ങളിൽ നിന്ന് എനിക്ക് പിന്നീട് തോന്നിയൊരു കാര്യം, പ്രത്യേകിച്ച് ഈ ജനറേഷണൽ ഗ്യാപ്പിലെ കമ്മ്യൂണിക്കേഷൻ വെച്ചിട്ട് ആളുകൾ മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. ഇതൊന്നും മനസ്സിലാവാതെ അല്ലല്ലോ നമ്മളൊക്കെ ജീവിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആളുകൾക്ക് ഓരോ കോണ്ടെക്സ്റ്റിൽ നിന്നും ബോഡി ലാംഗ്വേജിൽ നിന്നും പറയുന്നതിൽ നിന്നൊക്കെ ഈ പറയുന്നത് നല്ലതാണോ ചീത്തതാണോ എന്ന് മനസ്സിലാവും. ഇപ്പോൾ ഉദാഹരണത്തിന് അനാഥനായ ആൾ പ്രസിഡൻ്റായി എന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടിലുള്ള ഒരാൾ പ്രസിഡൻ്റായി, ഓക്കെ, ദാറ്റ്സ് ഗുഡ് എന്നേ മനസ്സിലാവുന്നു. അനാഥത്വത്തിൻ്റെ ആ പിക്ചർ ആൾക്ക് കിട്ടുന്നില്ല. എഫിഷ്യൻ്റ് അല്ല എന്ന് പറയുമ്പോൾ ഓക്കെ, എന്തോ ഒരു പ്രശ്നമുണ്ട്, അപ്പോൾ നാളെ മുതൽ ഞാൻ നന്നായിട്ട് നല്ല ഉഷാറോട് കൂടി പണിയെടുത്താൽ ആ പ്രശ്നം സോൾവ് ആവുമെന്ന് വിചാരിക്കുന്നത്. എഫിഷ്യൻസി അങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റില്ല, അതിന് വേറെ തന്നെ ഒരു പണിയെടുക്കണമല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ജനറേഷൻസിനെ, നമ്മുടെ യങ്ങർ ജനറേഷൻസിനോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നിടത്ത് നമ്മുടെ ഭാഷ മനസ്സിലാക്കൽ, അവരുടെ ഭാഷകൾ ഇപ്പോഴത്തെ കുറേ ജെൻസി ഭാഷകളുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മനസ്സിലാവാത്തത് കൊണ്ടാണ് കുറേ ഗ്യാപ്സ് വരുന്നത് എന്ന് എൻ്റെ ഒരു ചിന്ത കൂടെ പങ്കുവെക്കുകയാണ്. യെസ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. നമ്മൾ ആരോടാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവരുടെ ഭാഷയിൽ, അവരുടെ ലാംഗ്വേജിൽ സംസാരിക്കുക എന്ന് പറയുമ്പോൾ, നമ്മൾ ഈ ഭാഷ എന്ന് പറയുമ്പം ഇംഗ്ലീഷ് മലയാളം എന്നുള്ളതല്ല, മറിച്ച് അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ അവർ അതിനോട് യൂസ് ടു ആണോ എന്നുള്ളത്. അതിൻ്റെ ഇടയിൽ ജസ്റ്റ് സൂചിപ്പിക്കുകയാണ്, ഇവിടെ പറഞ്ഞ മുനീബ് മിറാജ് സാറിൻ്റെ മകനാണ്. ആ മുനീബിനാണ് അനാഥ എന്നുള്ളതിൻ്റെ അർത്ഥം അറിയാത്ത
നമ്മുടെ മുനീബിനാണ് നമ്മുടെ XIQയിൽ ഫസ്റ്റ് റാങ്ക് നേടിയിട്ടുള്ളത് എന്നുള്ളത്. മുബീൻ, ഓക്കെ, സോറി. അപ്പോൾ എനിവേ അതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ എനിവേ നമുക്ക് ഇതിൻ്റെ തുടർച്ച തന്നെ അനസറിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചത് ജെൻസി, അവരുടെ ഭാഷ ഒക്കെയാണ്. ഒരുപാട് കാലമായി ഈ എഡ്യൂക്കേഷൻ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഈ ഒരു എവല്യൂഷൻ ഓഫ് സ്റ്റുഡൻസ് പലതരത്തിലുള്ള ജനറേഷനെ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ പുതിയ കാലഘട്ടത്തിൽ ഇപ്പോൾ എല്ലാ പാരൻസിനുള്ള ഒരു പ്രശ്നമാണ് ഇന്നത്തെ കാലത്തെ സ്റ്റുഡൻസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ മക്കളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് മനസ്സിലാവുന്നില്ല. ഇവരുടെ ഭാഷ എന്താണെന്ന് മനസ്സിലാവുന്നില്ല, അതുപോലെ തന്നെ ഇവരോട് എങ്ങനെ പെരുമാറണം എന്ന് മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ എല്ലാം പറയുന്നത് കേൾക്കുന്നുണ്ടാവും, പക്ഷെ ഒരു പ്രതികരണം ഉണ്ടാവില്ല. ഇങ്ങനെ പല രൂപത്തിലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നാണ് ഇത്രയും പലതരത്തിലുള്ള സ്റ്റുഡൻസിനെ കണ്ട ഒരാളെന്ന നിലക്ക് താങ്കൾക്ക് തോന്നുന്നു? നമ്മൾ ഈ ജെൻസിയും കഴിഞ്ഞ് ജെൻ ആൽഫയിലേക്ക് എത്തി. 2010 മുതൽ ഒക്കെയാണ് അതിൻ്റെ ഒരു കാൽക്കുലേഷൻ പറയാം. കുട്ടികൾ മൾട്ടി ടാസ്കിങ്. അപ്പം നേരത്തെ ഇവിടെ സ്മിത മേമും പിന്നെ അതേപോലെ മിറാജ് സാറും പറഞ്ഞ ഒരു സംഗതി, അവരുടെ ഭാഷ എന്നൊക്കെ പറഞ്ഞില്ല. മൾട്ടി ടാസ്കിങ് ആണ് നമ്മളെ മക്കൾ. അവർക്ക് മൾട്ടി ടാസ്ക് കൊടുക്കണം, പക്ഷേ അതേസമയം അവർ ഭയങ്കര കോംപ്ലക്സ്ഡാണ്. എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം. ഇപ്പം നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് വളരെ കുറഞ്ഞ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ആ ഓപ്ഷൻസിൽ ചെറിയൊരു ഗൈഡ് ലൈൻസ്, ഒരു കരിയർ ഗൈഡൻസ് കിട്ടിയാൽ രക്ഷപ്പെടും. ഇന്നത് പോരാ. അപ്പോൾ അത്രത്തോളം കോംപ്ലക്സ് ആയിട്ടാണ് ഇവർ. അതുകൊണ്ടാണ് ഈ കുട്ടികൾ ഇത്രയും ടെൻസ്ഡ് ആവുന്നതൊക്കെ. അപ്പോൾ അവിടെ ഒരു ഗൈഡൻസ് വളരെ കുറവാണ്. സത്യത്തിൽ നമ്മൾ സ്കൂളിലാണെങ്കിലും അല്ലെങ്കിൽ പുറത്താണെങ്കിലും ഒക്കെ ഈ ഗൈഡൻസ് വളരെ കുറവാണ്. അവരുടെ ഭാഷയിൽ തന്നെ പറയുകയാണെങ്കിൽ അവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനം, അവർ ചിന്തിക്കുന്നതൊക്കെ അവരുടെ ഡ്രീമെല്ലാം അങ്ങോട്ട് മുന്നോട്ടാണല്ലോ. നമ്മൾ പലപ്പോഴും നമ്മുടെ സംസ്കാരം, നമ്മുടെ പഴയത് ഒക്കെ പറഞ്ഞിട്ടാണ് അവരെ ഞാൻ പിന്തിരിപ്പിക്കാമെന്ന് പറയുന്നില്ല, അതിന് പകരം അവരെ നന്നാക്കാൻ ശ്രമിക്കുന്നത്. ഡിസിപ്ലിൻ എന്ന് പറയുന്ന സാധനം ട്രസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ട്രസ്റ്റ് ബേസ്ഡ് ഇൻഫ്ലുവൻസ് ആണ്, അല്ലാതെ ഫിയർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ അല്ല ഇവിടെ വേണ്ടത്. ഇവർക്ക് പെട്ടെന്ന് ബഫറിങ് സംഭവിക്കും. ഒരുപാട് കണ്ടന്റുകൾ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബഫറിങ്, അവരുടെ ഭാഷയിൽ പറയുന്നത് ബഫറിങ് സംഭവിക്കും. പിന്നെ നമ്മുടെ ആ ഒരു പഴയ സ്റ്റൈലിലുള്ള ഷൗട്ടിങ്, യെല്ലിങ്, ദേഷ്യപ്പെടൽ, ഇങ്ങനെയൊക്കെ സംഗതികളൊക്കെ ഇപ്പോൾ വർക്ക് ചെയ്യാതെ ആയിട്ടുണ്ട്. അത് വർക്ക് ചെയ്യാതെ ആവാൻ കാരണം അത് ഷട്ട് ഡൗൺ ആവുകയാണ്. ജെൻ ആൽഫ ഭാഷയിൽ പറയുകയാണെങ്കിൽ അവർ പെട്ടെന്ന് നിർത്തുകയാണ്. ഷട്ട് ഡൗൺ ചെയ്യാന്ന് പറഞ്ഞാൽ അവർ നിർത്തി. പിന്നെ ഇനി ഇയാളോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് അവർ മനസ്സിലാക്കുന്നു. അവർ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ തിരിച്ചും കൂടെ ഷൗട്ട് ചെയ്യാം, അതല്ല സംഭവിക്കുന്നത്. അവർ നിർത്തി, അവർ ഒരു വളരെ ഇൻഡിഫറൻ്റ് ആയി. അപ്പം നമുക്ക് തോന്നുകയാണ് ഒന്ന് പ്രതികരിച്ചുകൂടാ, ഒന്ന് കരഞ്ഞൂടെ നിനക്ക്. ഇല്ല, അതൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഒരു കാലവും ഒരു പ്രതികരണമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കരച്ചിലോ അങ്ങനെയുള്ള ഇമോഷൻസിൻ്റെ കാലമൊന്നും ഇല്ല. അപ്പോൾ അത്രയും കോംപ്ലക്സ് ആയിട്ടാണ് ഇവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ പോകുന്നത്. അപ്പം നമ്മൾ അവരുടെ ഭാഷ, അതേപോലെ ഈ പറഞ്ഞ പോലെ അവരുടെ ചിന്ത, അതിലേക്ക് അങ്ങോട്ട് അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ട്. പിന്നെ മറ്റൊരു സാധനം, മാർക്കാണ് സക്സസ് എന്നുള്ള ഒരു കാലം കഴിഞ്ഞു. ഗ്രോത്താണ് സക്സസ് എന്നുള്ള ഒരു കാലത്തേക്ക് വരണം. അത് സ്കൂളാണെങ്കിലും ഇനി പാരൻസ് ആണെങ്കിലും ആരാണെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി അതാണ്. പിന്നെ മറ്റൊരു പ്രധാന സാധനം, അവർ ജീവിക്കുന്നത് അല്ലെങ്കിൽ അവർ ജനിച്ചു വീണിരിക്കുന്ന ChatGPTയിലും ഗൂഗിളിലുമാണ്. അവരുടെ ഓക്സിജൻ എന്ന് പറയുന്ന ഡിജിറ്റൽ ഡിവൈസാണ്. സ്വാഭാവികമായിട്ടും അവരുടെ കൾച്ചർ ഫോം ചെയ്യുന്നത് അങ്ങനെയാണ് എന്നുള്ളതുകൊണ്ട് അവരുടെ ടൈം സ്പാൻ, അവരുടെ അറ്റൻഷൻ സ്പാൻ വളരെ ചെറുതാണ്. ആ അറ്റൻഷൻ സ്പാനിൽ ഇപ്പോൾ ഷോർട്സ് വീഡിയോസ് എന്നൊക്കെ പറയുന്ന അറ്റൻഷൻ സ്പാനിലാണ്. അവിടെയാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത് 40 മിനിറ്റും ഒക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഉപദേശ പ്രസംഗങ്ങളൊക്കെ, അത് നമ്മുടെ ഖുതുബയാണെങ്കിൽ എന്താണെങ്കിലും ശരി, അത് വർക്ക് ചെയ്യില്ല. കഴിഞ്ഞാൽ ബഫറിങ് സംഭവിക്കും. അപ്പോൾ ആ ബഫറിങ് ടൈം നമ്മളറിയണം, നമ്മൾ മനസ്സിലാക്കണം, അത്രേ ഉള്ളൂ. അല്ല നമ്മൾ അവരുടെ ഭാഷയിലേക്ക് മാറണം, അവരുടെ കൾച്ചറിലേക്ക് മാറണമെന്നല്ല. അവർക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. എന്നിട്ട് എപ്പോഴാണ് അവരുടെ ടൈം തീരുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ കൊടുക്കേണ്ടത്. അവർക്ക് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ, പെട്ടെന്ന് ലൈക്കുകൾ കിട്ടണം, പെട്ടെന്ന് തന്നെ അവരുടെ സാധനം ഷെയർ ചെയ്ത് പോകണം. അപ്പോൾ വീട്ടിലാണെങ്കിലും ശരി, സ്കൂളിലാണെങ്കിലും ശരി, അവർക്ക് അംഗീകാരങ്ങൾ ഉടനെ കിട്ടണമെന്നാണ്. നമുക്കൊക്കെ വളരെ സാവധാനം അംഗീകാരം കിട്ടിയാൽ മതിയിരുന്നല്ലോ. ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള അംഗീകാരമൊക്കെ തന്നെ നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഇപ്പം അങ്ങനെയല്ല. വീട്ടിലേക്ക് എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവന്നാൽ, ഒരു പലഹാരമാണെങ്കിൽ അത് ഉടനെ തന്നെ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. ഞാനൊക്കെ ചെറുതാവുമ്പോൾ അത് വാപ്പ വരട്ടെ, ജ്യേഷ്ഠൻ വരട്ടെ എന്നൊക്കെ പറഞ്ഞ് ഭക്ഷണം ശേഷം കൊടുത്താലും മതിയായിരുന്നു. അതുവരെ ക്ഷമിക്കാനുള്ള ക്ഷമയൊക്കെ നമുക്കുണ്ടായിരുന്നു. ഇപ്പം ആ ക്ഷമ പാരൻസിനും ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പം നമ്മളിപ്പോൾ
ഇങ്ങനെ പറയുമ്പോൾ പാരൻസിന് ക്ഷമ നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ. പെട്ടെന്ന് തന്നെ കാര്യങ്ങളാവുക, ഇത് കുറച്ച് നേരം ബഫർ ചെയ്ത് അടുത്ത സൈറ്റിലേക്ക് പോവുക അല്ലെങ്കിൽ അടുത്ത സ്ക്രീനിലേക്ക് പോവുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഭാഷയിൽ അവരുടെ കൾച്ചറിലേക്ക് മാറുക എന്നുള്ളതല്ല, അവരെന്താണെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് അവരോട് പെരുമാറുക എന്നുള്ളതാണ്. ഈ ജെൻസിക്ക് അല്ലെങ്കിൽ ജെൻ ആൽഫക്ക് ഈ പറഞ്ഞ അറ്റൻഷൻ സ്പാൻ കുറവാണ്, അല്ലെങ്കിൽ കൂടുതൽ കാത്തു നിൽക്കാനുള്ളൊരു ക്ഷമയില്ല എന്നൊക്കെ പറയുമ്പോൾ ഈവൻ നമ്മളടക്കം അല്ലെങ്കിൽ പാരൻസ് അടക്കം ആ രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ സ്മിത മാം കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്തൊരു അനുഭവത്തിൽ പിന്നെ പാരൻസിനും വേണ്ടത് ഈ ഒരു ഇൻസ്റ്റൻറ്റ് റിസൾട്ടൊക്കെ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഏറ്റവും അവസാനം എക്സാമിൻ്റെ ഒരു മാസം മുമ്പോ ഒരു 2 ആഴ്ച മുമ്പൊക്കെ വന്നിട്ട് എങ്ങനെയെങ്കിലും ഈ റിസൾട്ട് മാജിക്കലി മാറ്റിത്തരാൻ പറയുന്ന പാരൻസ്, ഇങ്ങനെ പലതും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ ഈ ജനറേഷനിൽ കുട്ടികളിൽ വരുന്നൊരു മാറ്റം ഒരു ഭാഗത്തുണ്ട്, പാരൻസ് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പാരൻസ് ചെയ്യുന്നിടത്തും കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ കുറച്ച് കുട്ടികളൊക്കെ ഹാൻഡിൽ ചെയ്ത ആൾ എന്നയാൾക്ക് എന്താണ് ആ ഒരു ഏരിയയിൽ മാമിന് ഒന്ന് ഷെയർ ചെയ്യാനുള്ളത്? അതിൽ പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ അവരെ കീനായിട്ട് വാച്ച് ചെയ്യും, അവർ കാണുന്നതും വായിക്കുന്നതും ഒക്കെ പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഈ അടുത്ത് ഞങ്ങളെ ഫാമിലി ഗ്രൂപ്പിൽ ആരാണ് ചെയ്തതെന്ന് അറിയില്ല, ഞങ്ങളെ 9 കുട്ടികൾ ഞങ്ങളുടെ എൻ്റെ ഫാമിലിയിലുള്ളതിൽ 4 കുട്ടികളും XNY സ്റ്റുഡൻസാണ്. ഒക്കെ 6th 8th 10th ആ ഒരു ഏജ്. 6th 2 പേരുണ്ട്. അപ്പം ഞാനൊരു വീഡിയോ ഫോട്ടോ എന്തോ ഷെയർ ചെയ്തപ്പോൾ ഈ 8th കുട്ടി ഒരു വാക്കിട്ടു. അപ്പം ഞാൻ അപ്പം തന്നെ ചോദിച്ചു ഇതെന്താണെന്ന് ചോദിച്ചു. കുറേ കോഡ് ഭാഷകളുണ്ട് പുതിയ കാലത്തിൻ്റെ, അത് നല്ല രസമാണ്. ഞാൻ അപ്പം തന്നെ അത് ChatGPT ഇട്ടിട്ട് അതിൻ്റെ അർത്ഥം എന്താന്ന് മനസ്സിലാക്കി വെച്ചു. ഞാനത് മനസ്സിലാക്കി വെച്ചപ്പോഴേക്കും എൻ്റെ മൂത്ത മകൾ ഇട്ടു, ഡസ് ദിസ് മിലേനിയം ചിൽഡ്രൻ നോ വാട്ട് ദിസ് ഈസ് എന്ന് ചോദിച്ചു. അല്ല, സ്കിബിഡി ഒന്നല്ല. സ്കിബിഡിയൊക്കെ ഇവിടെ സ്ഥിരമായി സംസാരിക്കുന്നത് കൊണ്ട് അതിൻ്റെ അർത്ഥം എനിക്ക് അറിയായിരുന്നു. ഇതെനിക്ക് അറിയാത്തൊരു വാക്കായിരുന്നു, അതിപ്പോൾ എനിക്ക് കിട്ടണില്ല. അപ്പം ഞാൻ ചെയ്യുന്നതിട്ടുള്ള പേരൻസിൻ്റെ അടുത്ത് വരുന്ന പേരൻസിനോട് പറയുന്ന ഒരു കാര്യം, ഇവർ വാക്കുകളുടെ അർത്ഥം പഠിക്കുക. നമ്മളടുത്തുണ്ടല്ലോ ഈ സാധനം. ഇവർ സംസാരിക്കുന്നത്, ഇവർക്ക് കാണാൻ താല്പര്യമുള്ള TV ഷോസ്, ഇവരെന്താണ് കാണുന്നത്, ഇടയ്ക്കൊരു എപ്പിസോഡ് നമ്മളും കണ്ടാൽ നമുക്കുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവസരമായി. ഇപ്പം എൻ്റെ 3 മക്കൾ ഇരുന്നിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ ക്യാരക്ടേഴ്സിനോട്, അവരുടെ ക്യാരക്ടർ അയാൾ എന്താണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണം ഞാൻ വെറുതെ ഒരു വാക്കെടുക്കുക, ഹൾക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് പണ്ട് അറിഞ്ഞിരുന്നില്ല എന്താണ് ഹൾക്ക് എന്നുള്ളത്. ഞാൻ ഹൾക്ക് ആരാണ്, ഹൾക്കിൻ്റെ ഒരു പിക്ചർ കാണിച്ചു തരുമോ, അങ്ങനെ ഞാൻ ഹൾക്കിനെ പറ്റി പഠിച്ചു. പിന്നെ ഇവർ ഹൾക്കിനെ പറ്റി പറയുമ്പോൾ എനിക്ക് നല്ല ബോധമുണ്ട് ആരാണ് ഹൾക്ക് എന്ന്. അപ്പം ഞാനും അതിൽ കൂടും. ഇത് പാട്ടായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു TV ഷോ ആയിക്കോട്ടെ, ഏത് വിഷയം ആയിക്കോട്ടെ, അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ, അപ്പം ഞാൻ പ്രത്യേകം എടുത്തു പറയാണ്, അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ആവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ സാറ് 2 കാര്യങ്ങളായിരുന്നു സംസാരിച്ച്. ഈ അവസാന നിമിഷം പരീക്ഷൻ്റെ സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ, എനിക്ക് ചെറുതായിട്ട് കുട്ടികളെ കൗൺസിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളടുത്ത് കൊണ്ടുവരും. അതിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ കൊണ്ടുവരുന്ന ഒരു സമയമാണ് നവംബർ മുതൽ ഫെബ്രുവരി വരെ. ഈ മോഡൽ എക്സാംസും പരീക്ഷകളും നടക്കുന്ന ആ സമയത്ത്. ജനുവരി കഴിഞ്ഞാൽ വിളിയാണ് പേരൻസിൻ്റെ. എങ്ങനെയാണ് മാർക്ക്, നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു, ഇപ്പം ആകെ ടെൻഷനിലാണ്. നമ്മളിത് വർക്ക് ചെയ്യേണ്ടത് ജനുവരിയിലല്ല. ജനുവരി ഫെബ്രുവരി എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾ മാക്സിമം എക്സാമിൻ്റെ ഒരു മൂഡിലായി, അവർ ഫുള്ളായിട്ട് പരീക്ഷയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു സമയമായി. ആ സമയത്ത് പുറത്തുനിന്നൊരു കൗൺസിലറോ പുറത്തുനിന്നൊരു ഏതൊരു തരത്തിലുള്ള ഒരു ഉപദേശമോ അവരുടെ തലയിലേക്ക് കയറ്റാൻ നമ്മൾ ശ്രമിക്കരുത് ആ സമയത്ത്. അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഉദ്ദേശം ഉണ്ടെങ്കിൽ റൈറ്റ് ഫ്രം ദ ബിഗിനിങ്, അക്കാഡമിക് ഇയർ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ +2 പോണ ഒരു കുട്ടിയാണെങ്കിൽ 10th കഴിഞ്ഞ ആ വെക്കേഷൻ ടൈമിന് തന്നെ, അല്ലെങ്കിൽ ഞാനൊരു കരിയർ ഗൈഡൻസ് എൻ്റെ കുട്ടിക്ക് എടുത്തത് 9ാം ക്ലാസ്സിൻ്റെയും മുമ്പായിരുന്നു. ആ കുട്ടിക്ക് എന്തൊക്കെ താല്പര്യങ്ങൾ ഉണ്ടാവാം, ഒരു നിയമാക്കാനല്ല, ജസ്റ്റ് ടു നോ, നമ്മൾക്ക് എന്തൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നറിയാൻ വേണ്ടി കുട്ടിക്കും ബോധ്യമായിക്കോട്ടെ. നമ്മൾ കുറേ നേരത്തെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച്, ഇതൊരു ജേണി ആണല്ലോ. ഇപ്പം ഞാൻ പറയുന്നതോ ഞാൻ ചെയ്യുന്നതോ മറ്റൊരാൾക്ക് ബാധകമായ കാര്യമായിക്കൊള്ളുന്നില്ല. പാരന്റിങ് പ്യുവർലി ടൈലേർഡ് ആണ്, നമ്മളെന്താ പറയുക, കസ്റ്റമൈസ്ഡ് ആണ്. ഓരോ കുട്ടിക്കും ഡിഫറെൻ്റ് ആണ് പാരന്റിങ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നേരത്തെ വർക്ക് ചെയ്യണം, നേരത്തെ നമ്മളെന്താ പറയുക, പാരന്റിങ് പ്രൊവാക്റ്റീവ്നെസ്സും കൂടിയാണ്. നമ്മൾ കുട്ടി 10th എത്തണതിൻ്റെ മുമ്പേ കുറച്ച് നമ്മൾ ഹോംവർക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. 10th കഴിഞ്ഞാൽ എന്തൊക്കെ പോകാം അല്ലെങ്കിൽ എന്തൊക്കെ പഠിക്കാം എന്നൊക്കെ നമ്മൾ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. ഞാൻ പേരൻസിനെ കാണുമ്പോഴൊക്കെ സംസാരിക്കുക ഇത്തരം വിഷയങ്ങളാണ്.
ടീച്ചേഴ്സിനെ കണ്ടാൽ മറ്റു കുട്ടികളുടെ പഠനത്തെക്കുറിച്ച് നമ്മൾ വ്യക്തികളെ കുറിച്ചല്ല കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ നമ്മളും നമ്മളെ കുട്ടികളും ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ അധികം പ്രിപ്പയർഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ആക്റ്റീവായിട്ട് പാരന്റിങ് ചെയ്യാൻ കഴിയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം കുട്ടികൾക്കൊരു ഗ്യാപ്പ് തോന്നുകയാണ്. അവർ വേറൊരു ലോകത്താണ്, വേറൊരു യൂണിവേഴ്സിലാണ് അവർ ജീവിക്കുന്നത്. പാരൻസ് ഞങ്ങളെ മനസ്സിലാക്കാൻ അവർക്ക് സാധ്യമല്ല, ഞങ്ങളുടെ ഭാഷ അവർക്ക് അറിയില്ല, ഞങ്ങളുടെ ചിന്ത എന്താണ് അവർക്കറിയില്ല, അവർ വേറെന്തോ ആണ് പറയുന്നത് എന്ന ഒരു തോട്ട് കുട്ടികൾക്കുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ എത്ര നല്ല ഉപദേശങ്ങൾ കൊടുത്തിട്ടും എത്ര നന്നായി അവരെ മോൾഡ് ചെയ്യാൻ ശ്രമിച്ചാലും ഒരുപക്ഷെ അത് വർക്കൗട്ട് ആയിക്കൊള്ളണമെന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ എൻഡിങ്ങിലേക്ക് പോകുമ്പോൾ മിറേഷ് സർ ഒരു കോർപ്പറേറ്റിൽ കൂടി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഇവിടെ നേരത്തെ പറഞ്ഞു സ്കൂളുകൾക്ക് നമ്മൾ ഒരിക്കലും ഔട്ട്സോഴ്സ് ചെയ്യാൻ പാടില്ല എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞു. എന്നാൽ അതേ സമയത്ത് ഓരോരുത്തർക്കും പരിമിതികളുണ്ട്. ആസ് പാരൻസ് നമുക്ക് പരിമിതികളുണ്ട്. ബഹുമുഖങ്ങളായിട്ടുള്ള പല മേഖലകളിൽ നമുക്ക് കുട്ടികൾക്ക് പലതും പ്രൊവൈഡ് ചെയ്യാൻ ഉണ്ടാവും. അതിൽ ചിലതൊക്കെ നമുക്ക് ഔട്ട്സോഴ്സ് ചെയ്യാവുന്നതും ഉണ്ടാവും. അപ്പോൾ അത് വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളെന്നുള്ള നിലക്ക് എന്തൊക്കെയാണ് അങ്ങനെ ഇപ്പോൾ ഈ ഇവിടെ ഇരിക്കുന്ന ഓരോ പാരൻസും അങ്ങനെയുള്ള പല കാര്യങ്ങളും ആലോചിക്കുന്നവരായിരിക്കും, എന്താണ് അതിൽ ചെയ്യാൻ സാധിക്കുക? അതിൽ എനിക്ക് ഒന്നാമതായിട്ട് പറയാനുള്ളത് എൻ്റെ കുട്ടികളുടെ പെർഫോമൻസിലൊന്നും ഞാനങ്ങനെ വലിയ ക്രെഡിറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്ന് അവരുടെ ഹാർഡ് വർക്കും അവരുടെ മൈൻഡ് സെറ്റും ഒക്കെ വെച്ചിട്ടാണ് അവരുടെ ഇത് ചെയ്യുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ അതിനുള്ളൊരു സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പം ഞാൻ ഈ എഡ്യൂക്കേഷൻ പോലെ സയൻസ് പഠനമൊക്കെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് മോറൽ എഡ്യൂക്കേഷൻസിന് ഇപ്പോൾ ഈ ട്രസ്റ്റ് ബേസ്ഡ് ഇതൊക്കെ പറഞ്ഞല്ലോ, അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് വളരെ കറക്റ്റാണ് അത് പറഞ്ഞത്. അപ്പോൾ മോറൽ എഡ്യൂക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് ആ ഒരു ആസ്പെക്റ്റിൽ പലപ്പോഴും നമ്മൾ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ചില വാല്യൂസ് ഉണ്ട്, അത് ശരിയാണ്. അപ്പം അതിൽ എൻ്റെ ഒരു നിലപാട് എന്താണെന്ന് വെച്ചാൽ മോറൽ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ ഒരു നല്ല സ്ഥാപനത്തിൽ, ഒരു മദർസയായാലും ഒരു മതപഠന സ്ഥാപനത്തിൽ നിന്ന് അത് നേടുക എന്നുള്ളത്, ഒരു നല്ല സ്ഥാപനത്തിൽ എത്തുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് വേണ്ടത് ആ അതിർവരമ്പുകൾ നമ്മൾ ചിലപ്പോൾ നിശ്ചയിച്ചു കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം എൻ്റെ മക്കള് സൈക്കിളിൽ കുറച്ച് അഭ്യാസം കാണിച്ചു എന്ന് പറഞ്ഞത് ഞാൻ ചിലപ്പോൾ വലിയ പ്രശ്നം കാണിക്കില്ല അത് കാരണം. പക്ഷെ ആ സൈക്കിൾ വെച്ച് ഒരുത്തനെ ഇടിക്കാൻ പോയി അല്ലെങ്കിൽ അത് ദാറ്റ്സ് നോട്ട് അലൗഡ്. അത് വന്നു കഴിഞ്ഞാൽ ദർ ഇസ് നോ കോംപ്രമൈസ്. അതുപോലെ സ്കൂളിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ കാണിച്ചു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അത് അത്ര വലിയ പ്രശ്നമാക്കില്ല. പക്ഷെ ടീച്ചർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു, ടീച്ചർ അങ്ങനെ, അത് ദാറ്റ്സ് നോട്ട് അലൗഡ്. അപ്പോൾ കുട്ടികൾക്ക് അറിയാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുട്ടികൾക്ക് അറിയാം എവിടെയാണ് ആ ബൗണ്ടറീസ് എന്നുള്ളത്. അതിൻ്റെ ഉള്ളിലൊരു ഫ്രീഡം, കുറച്ചൊക്കെ ചെറിയ കുരുത്തക്കേടുകൾ എന്ന് നമ്മൾ പണ്ട് വിളിച്ചിരുന്ന, അപ്പം നമ്മളൊക്കെ മരം കയറിയിട്ടൊക്കെയാണ് ചെറുപ്പത്തിൽ നമ്മുടെ കുരുത്തക്കേടുകൾ കാണിച്ചിരുന്നത്. അതിപ്പോൾ മരം കയറാനുള്ള സൗകര്യം പലയിടത്തും ഇല്ല. അപ്പോൾ അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ആ അതിർവരമ്പുകൾ നമ്മൾ ചിലപ്പോൾ നിശ്ചയിക്കേണ്ടി വരും. ഇപ്പോൾ പണമിടപാട്, എന്തെങ്കിലും ഒരു പൈസ, ഒരു 5 രൂപ ബാക്കി കൊടുക്കാനുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം. ആ വാല്യൂ ചിലപ്പോൾ നമ്മൾ പാരൻസ് തന്നെ നമ്മൾ നിശ്ചയിച്ച് കൊടുക്കേണ്ടി വരും. അതൊരിക്കലും നാളത്തേക്ക് പോലും വെക്കാൻ പാടില്ല എന്നുള്ളൊരു മെസ്സേജ് ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് മോറൽ എഡ്യൂക്കേഷൻ അങ്ങനെ ഒക്കെ ചെയ്യാം. അതുപോലെ ഇപ്പോൾ കോമ്പറ്റീറ്റീവ് എക്സാംസിന് XY ഒരു എന്താ പറയുക, ഒരു വരം പോലെ വന്നു എന്നാണ് എനിക്ക് നമ്മുടെ ഇങ്ങനെ ഒരു കോഴ്സ് കിട്ടിയത്. കാരണം നമ്മളെക്കാൾ ഒരുപാട് എക്സ്പേർട്സ് ഈ ഒരു ഓർഗനൈസേഷനിലുണ്ട്. ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പം എനിക്കൊന്നും നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച്, ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചതാണ്, പക്ഷെ എനിക്ക് അങ്ങനത്തെ ഭയങ്കര ഒരു ആസ്പിറേഷനുള്ള ഒരാളായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചൊന്നും, ഏതാ നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ, എങ്ങനെയാണ് ഒരാളെ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് പോകേണ്ടത്, അതിൻ്റെ ഉള്ള എക്സാംസ് എന്താ, അതിൻ്റെ പ്രിപ്പറേഷൻ നന്നായിട്ട് എങ്ങനെ ചെയ്യാമെന്നൊന്നും ഒരു നെക്സ്റ്റ് ലെവൽ അറിയില്ല. അപ്പോൾ ഒരു കേരള ലെവലിൽ ചിലപ്പോൾ എനിക്ക് അറിയാൻ പറ്റും, പക്ഷേ ഒരു ഓൾ ഇന്ത്യ ലെവലിലോ ഈവൻ അതിന് ബിയോണ്ട് എങ്ങനെയാണെന്നുള്ളത് പറയാൻ എനിക്കറിയില്ല. സോ അതിന് പറ്റിയ ഒരാൾക്കാരെ കണ്ടെത്തുക എന്നുള്ളതാണ് ആ വിഷയത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. അതിവിടെ പറയേണ്ടതില്ല എന്ന് തോന്നുന്നു. അങ്ങനെ കണ്ടെത്തിയ ആളുകളാണ് ഇവിടെ ഉള്ളത്. മേ ബി ഇതല്ലാത്ത ആളുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ദാറ്റ് മേ ബി ഒരു റീതിങ്ക് ചെയ്യാനുള്ള ഒരു കാര്യമാണ്. പിന്നെ ഓഫ് കോഴ്സ് സ്കൂളും നല്ലൊരു സ്കൂളിനെ ഏൽപ്പിക്കുക എന്നുള്ളത്. സോ നല്ല എക്സ്പേർട്സിനെ കണ്ടെത്തുക, അവരെ എഡ്യൂക്കേഷനെ ഏൽപ്പിക്കുക. പക്ഷേ വി ഹാവ് ടു കൺട്രോൾ ദ ബൗണ്ടറീസ്, അതിൻ്റെ ലിമിറ്റ്സും കാര്യങ്ങളൊക്കെ വി ഹാവ് ടു കൺട്രോൾ എന്നുള്ളതാണ് അതിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം. വളരെ ചുരുങ്ങിയ സമയത്തിൽ ഒരുപാട് ഇൻസൈറ്റ്സ് ലഭിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഇവിടെ പറഞ്ഞതൊന്നും കംപ്ലീറ്റ് ആണ് എന്നുള്ളതല്ല പറയുന്നത്, മറിച്ച് പല മേഖലകളിൽ നമ്മൾ ഒരു പക്ഷേ ചിന്തിക്കാൻ വിട്ടുപോകുന്ന ഒരുപാട് ഏരിയകൾ ഉണ്ടാകും. ആ മേഖലയിലേക്കടക്കം നമ്മുടെ ചിന്തകൾ കൊണ്ടുപോവുക എന്നുള്ളതാണ്. ശരിയാണ്, ജനറേഷൻ മാറുന്നുണ്ട്, ജൻ ആൽഫ ആവുന്നുണ്ട്, അവരുടെ രീതികൾ വ്യത്യസ്തമാണ്, അവരുടെ ഭാഷ വ്യത്യസ്തമാണ്.
എന്നതിനർത്ഥം ഒരു പെർമിസീവ് പാരന്റിങ് എന്നുള്ളതല്ല. അവർ ചെയ്യുന്നത് പോലെ, അവർ പോകുന്നത് പോലെ പോകുന്നിടത്ത് തെളിക്കുക എന്ന ഒരു രീതിയല്ല. അതേപോലെ തന്നെ അവരെ എല്ലാ നിലക്കും റെസ്ട്രിക്റ്റ് ചെയ്യുക എന്നതുമല്ല. അതിൻ്റെ ഒരു മിഡിൽ പാത്ത് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കണം എന്നുള്ളതാണ് ഇവിടെ അതിൻ്റെ ഒരു ടേക്ക് അവേ ആയി പറയാനുള്ളത്. എനിവേ, ഈ ഒരു സെഷനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ ആളുകൾക്കും, ഡോക്ടർ അനസ്, അതുപോലെ തന്നെ സ്മിത മാം, മിറാജ് സർ, എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറയുകയാണ്. ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ്.